പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവം അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷിക്കും. മർദ്ദനമേറ്റ സിജുവിന്റെയും ദൃക്സാക്ഷികളുടെയും മൊഴിയും വീണ്ടും രേഖപ്പെടുത്തും. ശ്രീ ശിവകുമാറിനാണ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചെയ്യുന്നത്. ശ്രീത്ത്, ഈ സംഭവം എന്തായാലും ഒരു ഡിവൈഎസ്പി റാങ്കിലുള്ളയാൾ അന്വേഷിക്കുന്നു. അതിൽ എന്താണ് ഇനിയിപ്പോൾ അന്വേഷണ സംഘം പ്രത്യേകമായി ഉണ്ടോ? കൂടുതൽ ആൾക്കാർ ഈ അന്വേഷണ സംഘത്തിലുണ്ടോ? ഈ പ്രതികൾ അത് പിടിയിലാകും പെട്ടെന്ന് നോക്കി പോലീസ് പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും സൂചനകൾ പോലീസ് വൃത്തങ്ങൾ നൽകുന്നുണ്ടോ? പ്രജിൻ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിക്കാൻ തുടങ്ങിയത്. വൈകിട്ടോടുകൂടി അതൊരു വാർത്തയായി വരുന്നു. എന്തായാലും ഈ സിജു എന്ന യുവാവിനെ കെട്ടിയിട്ട് തന്നെയാണ് മർദ്ദിച്ചിരിക്കുന്നത്. അത് മദ്യപിച്ച് വാഹനത്തിന് മുൻപിലേക്ക് വീണുവെന്ന് ആരോപിച്ച് ആദ്യഘട്ടത്തിൽ ഒരു തർക്കം നടക്കുന്നു, പിന്നീട് മർദ്ദനം നടക്കുന്നു. അതിനുശേഷം കല്ലെടുത്ത് എറിഞ്ഞു എന്ന് ആരോപിച്ച് വാഹനത്തിന്റെ ഗ്ലാസ് പൊട്ടിയെന്ന് ആരോപിച്ചാണ് പിന്നീട് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വിവസ്ത്രനാക്കി അടിവസ്ത്രം മാത്രം ഇടിയിച്ച് കെട്ടിയിട്ട് മർദ്ദിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. രണ്ടുപേർ അവർ ഷോളയൂർ സ്വദേശികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനപ്പുറത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആ ദൃശ്യങ്ങൾ എടുത്ത് അത് പ്രചരിപ്പിക്കുക കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. അതും കുറ്റകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ വിവസ്ത്രനായ ഒരാളെ മർദ്ദിക്കുന്നത്, ആ ക്രൂരമായ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതിനകം തന്നെ അത് ഡിവൈഎസ്പി അന്വേഷിക്കാൻ ഒരു തീരുമാനമായിട്ടുണ്ട്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ടീമിനെ കുറിച്ചുള്ള ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. ഡിവൈഎസ്പിക്ക് ഇപ്പോൾ തന്നെ അഗളി ഡിവൈഎസ്പി അശോക് കുമാറിന് ഒരു സ്പെഷ്യൽ ടീം നിലവിലുണ്ട് ഇത്തരത്തിലുള്ള കേസുകൾ അന്വേഷിക്കാൻ. അവർ തന്നെയായിരിക്കും ഈ ഒരു അന്വേഷണം നടത്തുക. ദൃക്സാക്ഷികളായ ആളുകളുണ്ട്, അതുവഴി പോയ ആളുകളുണ്ട്. ആ സമയം അതുവഴി പോയ ആളുകളുടെ മൊഴി രേഖപ്പെടുത്തും. ഇതുകൂടാതെ സിജുവിന്റെ മൊഴി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം കൂടുതൽ വകുപ്പുകൾ ഇതിലേക്ക് ചേർക്കണമോ വേണ്ടയോ എന്ന കാര്യത്തെക്കുറിച്ച് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ഈ ഒരു ടീം അറിയിക്കുന്നത്. എന്തായാലും ഇന്ന് തന്നെ അന്വേഷണ സംഘം ഈ പ്രതികളെ പിടികൂടാനുള്ള നീക്കമാണ് ആദ്യഘട്ടത്തിൽ നടത്തിയിട്ടുള്ളത്. അവർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി പോകാൻ ഹൈക്കോടതിയിലേക്കൊക്കെ പോകാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അത് തടയാനായി പെട്ടെന്ന് തന്നെ അറസ്റ്റ് എന്ന തരത്തിലേക്ക് ഈ പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എഫ്ഐആറിൽ തിരിച്ചറിയുന്ന ആൾ എന്ന് തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിലും ആ പ്രതികളുടെ മുഖങ്ങളൊക്കെ പതിഞ്ഞിട്ടുണ്ട്. എന്തായാലും അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന സൂചനയാണ് അഗളി പോലീസും അഗളി ഡിവൈഎസ്പിയുടെ ടീമും ഇപ്പോൾ നമുക്ക് നൽകുന്നത്. ശ്രീജിത്ത്, ഇതിൽ ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യം മർദ്ദിച്ചവർ തന്നെയാണ് ഈ ചിത്രം പകർത്തിയത് എന്നുള്ളതാണ്. അവർ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. എന്നിട്ടും ഈ പ്രതികളെ പിടികൂടാൻ വൈകുന്നത് എന്തുകൊണ്ടാണ്? പോലീസ് കേസെടുക്കാൻ വൈകി എന്നുള്ള ആരോപണമൊക്കെ ഒരു ഭാഗത്തുണ്ടല്ലോ. ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് കേസെടുക്കാൻ വൈകിയെന്ന ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ ഈ ആശുപത്രിയിലേക്കടക്കം ഈ യുവാവിനെ കൊണ്ടുപോകുന്നത് നാട്ടുകാരാണ്. ശേഷം മറ്റ് എതിർ വിഭാഗം, ഈ ആക്രമിച്ച സംഘം, രണ്ടംഗ സംഘം, അവർ പരാതി നൽകുന്നു. ആ പരാതിയിൽ അന്വേഷണം മാത്രമാണ് ഇവർ നടത്തിയത്. ആദ്യഘട്ടത്തിലായിക്കോട്ടെ ഈ സിജു ആശുപത്രിയിലേക്ക് പോയി അവിടെ വെച്ച് അഡ്മിറ്റ് ചെയ്യാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ചിലപ്പോൾ തന്നെയായിരിക്കാം അവർ വീട്ടിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത്. പക്ഷെ കഴിഞ്ഞ ദിവസം വീണ്ടും കലശലായ വേദന, ശരീരത്തിൽ ആകമാനം അടികൊണ്ട പാടുകളുണ്ട്. അതുകൊണ്ട് തന്നെ കലശലായ ഒരു വേദന അനുഭവപ്പെട്ടു. അങ്ങനെയാണ് വീണ്ടും കോട്ടത്തറ താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നതും പോലീസിന് മൊഴി നൽകുന്നതും. എന്തായാലും ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു ആക്രമണം നടന്നു അല്ലെങ്കിൽ ഈ ദൃശ്യങ്ങളൊന്നും പോലീസിന്റെ മുൻപാകെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസും ഒരു മെല്ലെപ്പോക്ക് സ്വീകരിച്ചു എന്ന് നമുക്ക് പറയാം. പക്ഷേ ഈ ദൃശ്യങ്ങൾ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അതെടുത്ത് ഇവർ തന്നെ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതൊരു കിരാതമായ ഒരു നടപടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നാലും ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചതോടുകൂടി ഇതിന്റെ ഒരു രൂക്ഷത എന്താണ് എന്നത് ബോധ്യപ്പെട്ടിട്ടുണ്ട് പോലീസ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പോലീസ് ഈ ഒരു ഇത്തരം ഒരു ആക്രമണം. പ്രതികൾക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? പ്രതികൾക്കെതിരെ സംഘം ചേർന്ന് മർദ്ദിക്കൽ, അതുകൂടാതെ SC/ST അട്രോസിറ്റി നിയമമടക്കമുള്ള ഗുരുതരമായ വകുപ്പുകൾ, ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ അടക്കം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, പ്രതികൾ ഒരുപക്ഷെ ഹൈക്കോടതിയിലേക്കോ അല്ലെങ്കിൽ കീഴ്ക്കോടതിയിലേക്കോ മുൻകൂർ ജാമ്യവുമായി ചെല്ലാനുള്ള ഒരു സാധ്യത നിലവിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് തടയാൻ ഇന്ന് തന്നെ അറസ്റ്റ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു നീക്കമാണ് അഗളി പോലീസ് നടത്തുന്നത്. പ്രവിധ. ശരി, ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്. നിർഭാഗ്യകരമായ സംഭവമാണ് അഗളിയിൽ നടന്നത്. അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലാണ് അഗളി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങുക. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വിവരങ്ങൾ നൽകിയത്.